ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഏട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഏട്ടക്കറി ഉണ്ടാക്കിയാലോ. വറുത്തരച്ചിട്ടാണ് ഈ മീൻകറി വെക്കുന്നത്. കറിക്ക് ആവശ്യമായ തേങ്ങ ചിരണ്ടി വറക്കുക. ഈ ഒരു നിറത്തിലായിരിക്കണം വറക്കേണ്ടത്. കുറച്ച് നേരം തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരക്കുക. അതിന് കുറച്ച് വെള്ളം കൂടി ചേർക്കാൻ മറക്കരുതേ. നല്ല രീതിയിൽ അരച്ചാൽ മാത്രമേ കറി രസമുണ്ടാവുകയുള്ളൂ. പിന്നീട് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി, ഒരു 3-4 തക്കാളിയാണ് ഞാൻ എടുത്തത്. ഉള്ളിയും അതിനാവശ്യത്തിന് എടുക്കുക. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കുക. ഇത്രയും സാധനങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രത്തിൽ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാറ്റി വെച്ച ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരു ലൈറ്റ് കളർ വരുന്നവരെ ഇളക്കിയാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക. പിന്നീട് അതിലേക്ക് മാറ്റി വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഞാനിത് 1 സ്പൂണാണ് എടുക്കുന്നത്. അതുപോലെ അത്യാവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകം ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായി ഇളക്കുക. നേരത്തെ മാറ്റി വെച്ച ഏട്ടമീൻ ഇതിൽ കൂട്ടിച്ചേർക്കുക. 5-10 മിനിറ്റ് ഇത് വേവുന്നവരെ അടച്ചു വയ്ക്കുക. ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇതിൽ അരച്ചു വെച്ചത് കൂട്ടിച്ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. കറിക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂട്ടിച്ചേർക്കുക. എണ്ണയും കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.